പ്രിയമുള്ളവരെ, ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ ഒരു വിവാദങ്ങളുടെയും അതുപോലെ തന്നെ മീറ്റു ക്യാമ്പയിനുകളുടെയും ചലച്ചിത്ര രംഗത്തെ വലിയൊരു പ്രതിസന്ധിയുടെയും ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തുറന്നു പറച്ചിലുകൾ, സ്ത്രീകൾ നടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ, ചൂഷണങ്ങളെ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കുകളെ ഒക്കെ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഈ നിരവധി സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ശ്രദ്ധേയനായ അമ്മയുടെ ജനറൽ സെക്രട്ടറി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. അതുപോലെ തന്നെ രഞ്ജിത്ത്, ചലച്ചിത്ര രംഗത്തെ ശ്രദ്ധേയനായ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ സ്ഥാനത്തിരുന്ന രഞ്ജിത്ത് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഇപ്പോൾ നിരവധി വെളിപ്പെടുത്തലുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾക്കറിയാം, ഗണേഷ്, അതുപോലെ തന്നെ മുകേഷ്, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, അതുപോലെ തന്നെ ബാബുരാജ് പോലെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെ നടികൾ നിരന്തരം വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ട്. അത് അമ്മയുടെ പ്രസിഡൻ്റായ മോഹൻലാലാണ്. നമ്മൾ സൂപ്പർ സ്റ്റാറുകളെക്കുറിച്ച് നമുക്ക് വലിയ ആരാധനയും വലിയ ബഹുമാനവും ഒക്കെയാണ് കേരളീയ സമൂഹം കൽപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെ നടന വൈഭവത്തെക്കുറിച്ച്, അവരുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ മിടുക്കരാണിവർ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ അഭിനയം അത് വഷളത്തരമാണ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല എന്ന മട്ടിലുള്ള മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഈ അഭിനയമുണ്ടല്ലോ, അത് ഏറ്റവും വഷളത്തരമാണ്, നിരുത്തരവാദിത്തപരമാണ്. തന്നെയുമല്ല, ഇവരെ ഈ മൗനത്തിൻ്റെ ഈ വാൽമീകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കേരളീയ സമൂഹം തയ്യാറാകണം. കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നവരോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് നേരത്തെ ഉള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ആരോപണങ്ങൾ നേരിട്ട ആളുകളെക്കുറിച്ച് ഒരു വാക്കുപോലും മമ്മൂട്ടി മോഹൻലാലും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവിടുത്തെ മീഡിയകൾക്കും കഴിയുന്നില്ല. മീഡിയകൾ ഇരകളുടെ ശബ്ദമെടുക്കാനും ഇരകളുടെ അഭിപ്രായമെടുക്കാനും മാത്രമാണ് മിടുക്ക് കാണിക്കുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒരു സെക്കൻഡെങ്കിലുമുള്ളൊരു പ്രതികരണം എടുക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇവർക്ക് ധൈര്യമില്ല അതിന്. നമുക്കറിയാം, ഇവർക്ക് ഫാൻസ് അസോസിയേഷനുകളുണ്ട്, മമ്മൂട്ടിക്കുമുണ്ട് മോഹൻലാലിനുമുണ്ട്. അത് ഇവരുടെ ശിങ്കിടികളാണ്. ഇവർക്ക് വേണ്ടി കൂകാനും ഇവർക്ക് വേണ്ടി കൈയടിക്കാനുമുള്ള ഈ ശിങ്കിടി കുരങ്ങന്മാരാണ് നമുക്കറിയാം. എന്തുകൊണ്ട് ഈ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മോഹൻലാൽ ഇതിൽ പ്രതികരിക്കുന്നില്ല? അദ്ദേഹം നമ്മളെക്കൊണ്ട് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മെഴുകുതിരി തെളിയിപ്പിച്ചല്ലോ. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും കൈയടിക്കണമെന്ന് പറഞ്ഞപ്പോൾ പലരും കൈയടിച്ചിരുന്നുവല്ലോ. അതായത് കോവിഡിൻ്റെ ഘട്ടത്തിലും അല്ലാത്തപ്പോഴും ഇദ്ദേഹം പല കാര്യത്തിലും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേഖലയായ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ ഈ വിധം വലിയ ആരോപണങ്ങൾക്കും ചൂഷണങ്ങൾക്കുമൊക്കെ ഇരയാകുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അമ്മയുടെ പ്രസിഡൻ്റാണ്. ഒന്ന് ആലോചിക്കണം, അമ്മയുടെ പ്രസിഡൻ്റായ ഒരാൾ, ആ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ രാജിവെച്ച് പുറത്തുപോയി. ഇനിയും ആളുകളെക്കുറിച്ച് പരാതി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള ആക്ടിംഗ് ജനറൽ സെക്രട്ടറിക്കെതിരെ ആരോപണം വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എന്താ ഇവരുടെ വായിൽ വാഴപ്പഴം തിരിവെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കേണ്ട സമയമാണിത്. അമ്മയുടെ ഓഫീസിന് മുമ്പിൽ ജനങ്ങൾ തടിച്ചുകൂടി. ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. അവർ ഉത്തരവാദിത്ത ബോധം കാണിക്കണം, ഇരകൾക്കൊപ്പം നിൽക്കണം. ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ തള്ളിപ്പറയണം, അവരെ രാജിവെക്കണം എന്നുള്ള രീതിയിൽ ഇവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇത് കേരളീയ സമൂഹം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. തന്നെയുമല്ല, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെക്കണം, പുതുതലമുറയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം. നമുക്ക് അറിയാം, ഇപ്പോൾ ടൊവിനോ, അതുപോലെയുള്ള പ്രമുഖ പൃഥ്വിരാജ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിരുന്നു. ജഗദീഷ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറുമ്പോൾ ജഗദീഷും പൃഥ്വിരാജും വളരെ ആർജവത്തോടു കൂടി
തൻ്റെ അടുത്തോടുകൂടി അവർ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് ഇവർക്ക് ധൈര്യമില്ല? ഈ പറയുന്ന പൃഥ്വിരാജും അതുപോലെയുള്ള ജഗദീഷും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുമ്പോൾ ഏറ്റവും നമ്മളെ വലിയ വലിയ കഥാപാത്രങ്ങൾ ധൈര്യത്തിൻ്റെ സാഹസികതയുടെ വലിയ വലിയ കഥാപാത്രങ്ങൾ ഇവർക്ക് അത് മാത്രമേ അറിയുള്ളൂ. കഥാപാത്രങ്ങൾ എടുക്കാൻ മാത്രമേ അറിയുള്ളൂ. ഒട്ടും ആർജവമില്ല, ഒട്ടും തൻ്റെ ഇടമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മമ്മൂട്ടി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ കണ്ടു. അതൊരു PR വർക്കാണ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി വർദ്ധിപ്പിക്കാനുള്ള ഒരു വർക്കാണ്. പലരെയും ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ ചേർത്ത് നിർത്തുന്നില്ല? അതുകൊണ്ട് ഇവർക്ക് PR വർക്ക് നടത്താൻ കഴിയും. ഇവർക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് നേരിടാൻ കഴിയാത്ത വെറും പാവകളാണ് ഇവർ എന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവർക്ക് കാണാനുള്ള ചന്തമേ ഉള്ളൂ. ഇവർക്ക് ഒരു മനക്കരുത്തുമില്ല, ആർജവമില്ല, തൻ്റെ ഇടമില്ല, ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയുമില്ല എന്നാണ് ഇതുവരെ നമ്മൾ ഞാൻ സംസാരിക്കുന്നത് വരെ ഇവരാരും ഈ വിഷയത്തിൽ ഇവരുടെ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇവർ പ്രതികരിക്കേണ്ടത്. അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും നടക്കുന്നു എന്ന് കാണുമ്പോഴല്ല പ്രതികരണം വരേണ്ടത്. അതുകൊണ്ട് ഇതിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഇവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ ഒഴിയുകയും അതുപോലെ തന്നെ പുതിയ തലമുറ അത് ഏൽപ്പിക്കുകയും ചെയ്യേണ്ട അടിയന്തര ഘട്ടമാണിത് എന്ന് സൂചിപ്പിക്കാതെ വയ്യ.